ഈ ലോക ജീവിതയാത്രയിൽ ഒരു ദൈവപൈതൽ ഓരോ ദിവസവും നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അതിനെല്ലാം നടുവിൽ ഒരു ദൈവപൈതലിനെ ബലപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവസേനയിൽ ലഭിക്കുന്ന ആശ്വാസവുമാണ്. ദൈവത്തന്മാരായ അനേകർ അവരുടെ അനുഭവത്തിൻ്റെ ആഴത്തിൽ എഴുതിയ മനോഹര ഗാനങ്ങൾ നമ്മൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു. അങ്ങനെ പ്രശസ്തമായൊരു ഗാനമാണ് നിൻ സന്നിധി മതി ഹാ യേശുവേ എന്ന് തുടങ്ങുന്ന ഗാനം. കൊച്ചി സ്വദേശിയായ E.A. ജേക്കബ് സാറാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. പാട്ടെഴുതുന്നതിനും പാടുന്നതിനും പ്രത്യേക കഴിവുള്ള ഒരു ദൈവദാസനായിരുന്നു E.A. ജേക്കബ്. തൻ്റെ ജീവിതത്തിൽ പലവിധ ശാരീരിക ക്ലേശങ്ങളും രോഗങ്ങളും പിടിമുറുക്കി തന്നെ പലപ്പോഴും ബലഹീനാക്കിയപ്പോഴും ദൈവകൃപയിൽ ശക്തിപ്പെട്ട് അനുഗ്രഹീത ഗാനങ്ങൾ രചിക്കുവാൻ ദൈവം തനിക്ക് കൃപ കൊടുത്തു. രോഗങ്ങളും പ്രയാസങ്ങളും ഗാനരചനയ്ക്ക് വിഷയമായി തീരുകയും ചെയ്തിട്ടുണ്ട്. രോഗങ്ങൾ തന്നെ ബലഹീനമാക്കിയെങ്കിലും കർത്താവിൻ്റെ വേലയിൽ അദ്ദേഹം താൽപരനായിരുന്നു. 49-ാം വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ബലഹീനതയിൽ ശക്തിപ്പെടുന്ന കൃപയുടെ കരങ്ങളിൽ ആശ്രയം വെച്ച് വൻ ദുഃഖം വന്നാലും ലോകത്തിലേകനായി തീർന്നാലും വൈരികളുടെ നടുവിൽ നിൻ സന്നിധി മതി എന്ന് പാടി ആശ്വസിക്കാൻ തക്കവണ്ണം തൻ്റെ പ്രത്യാശ ധൈര്യമേറിയതായിരുന്നു. ഈ വിധ ചിന്തകൾ നിറഞ്ഞപ്പോൾ നിയറർ മൈ ഗോഡ് ടു ദീ എന്ന രാഗത്തിൽ നിൻ സന്നിധി മതി എന്ന ഗാനം രചിക്കുവാൻ ദൈവം തനിക്ക് കൃപ കൊടുത്തു. 1914 തൻ്റെ 20-ാമത്തെ വയസ്സിൽ പാപബോധമുണ്ടായപ്പോൾ ദൈവസേനയിൽ അനുതാപത്തോടെ അടുത്തിയെന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് വേദപുസ്തകം തുറന്ന് ഒരു വേദവാക്യം വായിക്കാൻ തുടങ്ങി. ആ വേദവാക്യം യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ നിന്നും 1-2 വാക്യങ്ങളായിരുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഈ വാക്യം തനിക്ക് ഏറെ ധൈര്യം പകർന്നു. കാരണം തൻ്റെ പേരും യാക്കോബ് എന്നായിരുന്നല്ലോ. ജേക്കബ് എന്ന ആ നാമധേയത്തിൽ അറിയപ്പെട്ട താൻ ഈ സന്ദേശം തന്നോടുള്ളതായിട്ട് കരുതി ദൈവത്തിൽ ധൈര്യപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല, ആദ്യ വാക്കിൽ ഇസ്രായേലിനെ ആശ്വസിപ്പിക്കുന്ന ദിവ്യ വാഗ്ദത്തങ്ങൾ തൻ്റെ ഹൃദയത്തിൽ ഒരു ഉണർവ് നൽകി. ഇപ്പോഴോ യാക്കോബ് എന്ന വിളി തന്നോടൊരു വിളിയായി സ്വീകരിക്കുകയും നീ എനിക്കുള്ളവൻ തന്നെ എന്ന വാക്കുകൾ ദൈവത്തിനായി ജീവിതം സമർപ്പിച്ച് മുന്നേറുവാൻ ഇടയായി. അനുഭവങ്ങളുടെ മോശയിൽ ഉരുത്തിരിഞ്ഞ ഈ ഗാനം ഇന്നും അനേകരെ പ്രത്യാശയിലേക്കും ദൈവസ്നേഹത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. വൻ ദുഃഖങ്ങളിൽ ഈ ഗാനം ആശ്വാസം നൽകുകയാണ്. ദൈവത്തിൻ്റെ സന്നിധി എന്നും ഭക്തന് ആശ്വാസമാണ്. വൻ ദുഃഖങ്ങളുടെ നടുവിലും കർത്താവിൻ്റെ സന്നിധി ചെന്നാൽ അതിന് പരിഹാരം ലഭിക്കും. ഒരുപക്ഷെ ഈ ഭൂമി ഇളകിമറിയാം, പർവ്വതങ്ങൾ മാറിപ്പോകാം, സമുദ്രമിളകാം. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ കൈ നമ്മെ നടത്തും. അവിടെ നമ്മളെ പരിപാലിക്കുമെന്ന ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ചിലപ്പോൾ രോഗത്താൽ ബാധിതനായി തീരാം, ലോകത്തിലേകനാകാം. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്തവനായി അവിടുത്തെ കൈ നമ്മെ നടത്തും. അവിടെ നമ്മെ കാണുന്നൊരു കണ്ണുണ്ട് എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാം. 1000 വൈരികൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റും വന്നാലും ശത്രു നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ആ ചിറകിൻ്റെ കീഴെ നമുക്ക് ആശ്വാസമുണ്ട്. 91-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങളാണ് ഇതിന് ആധാരമായിരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളുമായി ദൈവസേനയിൽ കടന്നു നിന്ന് അവിടുത്തെ സന്നിധിയിൽ ആശ്വാസം പ്രാപിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.